നമുക്ക് ഉറിയിലേക്ക് പോകാം. ആദിൽ പാലോട്, ഉറിയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഉറിയിലെ ലഗാമ എന്ന ഭാഗത്താണ് നമ്മളുള്ളത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന ഒരു കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന. റിപ്പോർട്ടർ TV സംഘം ഇവിടെയാണ് ഉള്ളത്. ഇതൊരു അലമാരയായിരുന്നു. ഈ അലമാര പൂർണ്ണമായും തകർന്നതാണ് കാഴ്ച. ഇരുപത്തിൽ ഉറിയിലെ വിവിധ മേഖലകളിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണമുണ്ട്. പാകിസ്ഥാൻ നിരപരാധികളായ സാധാരണക്കാരെ എങ്ങനെ ദ്രോഹിക്കുന്നു എന്നതിൻ്റെ നേർ ചിത്രമാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഇവിടെ ഒരു കടയായിരുന്നു. ആ കട പൂർണ്ണമായും കത്തി നശിച്ചു. ഇവിടെ സിഗരറ്റിൻ്റെ കൂടുകളാണ്. ഇത് സിഗരറ്റൊക്കെ വിൽക്കുന്ന സാധാരണ ഒരു കടയായിരുന്നു. ആ കടയിലേക്കാണ് ഷെല്ല് പതിച്ചത്. ഷെല്ല് പതിച്ചിട്ട് ഇതിൻ്റെ മേൽക്കൂരയിൽ തുള വന്നത്, ദ്വാരം വന്നതൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് സുജയ. ഇരുപത്തിൽ കൃത്യമായ ഒരു ആഘാതം ഇതിലുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ഒരു കടയായിരുന്നു. ലഗാമ, ഉറിയിലെ ലഗാമ എന്ന സ്ഥലത്താണ് റിപ്പോർട്ടർ TV സംഘം ഉള്ളത്. ഇവിടെ അതിശക്തമായ ഒരു ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. ഷെല്ലാക്രമണത്തിൽ തകർന്ന ഭാഗങ്ങളാണ്. നമുക്ക് പിന്നിൽ മറ്റൊരു കടയുടെ ദൃശ്യം കൂടിയുണ്ട്. അവിടെയും ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഇതൊന്ന് കാണിച്ചാൽ മനു ബാലകൃഷ്ണൻ, ഇതിലുണ്ടായിരുന്ന അലമാരയുടെ ഒരു ഭാഗമാണ്. ആ ഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നിരപരാധികളായ ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടാകുന്നത്. അതിന് തക്കതായ മറുപടി ഇന്ത്യ നൽകുന്നുമുണ്ട്. ഈ രൂപത്തിലാണ് ദൃശ്യങ്ങളുള്ളത്. നമുക്ക് ഈ താഴ്ഭാഗത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം എത്ര ക്രൂരമായാണ് പാകിസ്ഥാൻ്റെ നടപടി എന്നുള്ളത്. അതിസാധാരണക്കാരായ ആളുകളെ എങ്ങനെയാണ് പാകിസ്ഥാൻ ദ്രോഹിക്കുന്നത് എന്നതിൻ്റെ നേർ ചിത്രമാണ്. ഇതുവഴി ഉറിയിൽ നിന്നും ബാരാമുള്ളയിലേക്ക് പോകുന്ന ആംബുലൻസ് സർവീസാണ് ഈ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസുകൾ പോകുന്നു. ഉറിയിൽ പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരെയും ഒക്കെ ബാരാമുള്ളയിലെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തുരിതര ആംബുലൻസുകളും മിലിറ്ററി വാഹനങ്ങൾ പോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടുത്തെ ഈ ഒരു ഡോറ് തന്നെ, ഈ കടയുടെ ഒരു വാതിൽ പൊളിഞ്ഞ് പുറത്തേക്ക് വീണ് കിടക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ സുജയ കാണുന്നത്. ഇതാണ് നിലവിലെ ഇവിടുത്തെ ഒരു സ്ഥിതി. ഉറിയിലെ വിവിധ മേഖലകളിൽ ഇന്നലെ കനത്ത ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. ഉറിയിൽ മാത്രമല്ല, കുപ്വാരയടക്കം ഇന്നലെ 10 മണി മുതൽ തുടങ്ങിയ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണമാണ്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ നടന്ന ഷെല്ലാക്രമണത്തിൽ ഒരാളുടെ ജീവൻ, 45 വയസ്സുള്ള ഉറി സ്വദേശിനിയുടെ ജീവൻ മാത്രമാണ് നഷ്ടമായത്. അവരുടെ മൃതദേഹം ഇപ്പോൾ ബാരാമുള്ള മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ കൃത്യമായി ഘടിപ്പിച്ചിരുന്ന ഈ പലക കഷ്ണങ്ങൾ മുഴുവൻ തകർന്നിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. മുഴുവൻ നശിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെ ഇത് കാണുമ്പോൾ, ഈ ഒരു ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ആഘാതത്തിലാണ് പാകിസ്ഥാൻ ഈ ഷെല്ലുകൾ പ്രയോഗിച്ചത് എന്ന്. അതിനുള്ള കൃത്യമായ മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നൽകുന്ന വാർത്തയും. ഈ രൂപത്തിൽ കനത്ത ഈ നിരപരാധികളായ ആളുകളെ ദ്രോഹിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ ഉറിയിൽ നമ്മൾ കാണുന്ന. ഒരു കട പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. തുഫൈൽ ഖാൻ എന്നുള്ളവരുടെ ആധാർ കാർഡ് ഇവിടെ കാണുന്നു. ഇത് ഒരുപക്ഷെ കടയുടമയായിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവരുടെയൊക്കെ സാധന സാമഗ്രികൾ, എത്ര വർഷത്തെ അധ്വാനമായിരിക്കാം, അവരുടെ എത്ര സ്വപ്നമായിരിക്കാം ഈ ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാൻ വിട്ടോടേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവനോപാധിയാണ് ആ തകർന്ന് കിടക്കുന്നത്. ആക്രമിക്കുന്ന പാകിസ്ഥാൻ ഇതൊന്നും അറിയേണ്ടതില്ല. എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് സുരക്ഷിതമായ മറ്റൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഭീകരത പൂർണ്ണമായും ചെറുത്തു തോൽപ്പിച്ചാലേ കശ്മീരിൽ ഒരു സാധാരണ ജീവിതം സാധ്യമാവുകയുള്ളൂ. ഇപ്പോഴുണ്ടാകുന്ന ഈ നഷ്ടങ്ങൾ അത് രാജ്യം ഒന്നാകെ നിന്ന് അവർക്ക് നികത്തി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം സുരക്ഷിതമായി മോർട്ടാർ ഷെല്ലിംഗ് ഇല്ലാത്ത ഒരു ജീവിതമാക്കി മാറ്റുന്നതിന് വേണ്ടി ഭീകരതയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുക. അതിനായി കുറെ കാലം കൂടി ഈ വേദനയിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരുമല്ലേ അതിൽ? ഉറപ്പായും അതിനുള്ള കനത്ത തിരിച്ചടി നൽകുകയാണ് ആദ്യത്തെ നീതി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് മനു പോകാം. കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുന്നുണ്ട്. അത് തുടരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സാധാരണക്കാരെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുമ്പോൾ തന്നെ സുജയ നമുക്കറിയാം, ഇന്ത്യ ചെയ്തത് പാകിസ്ഥാനിലെ ഭീകരർ അവർക്കെതിരെയുള്ള ഒരു നീക്കമായിരുന്നു. സിന്ധൂർ വഴി 9 ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തത്. എന്നാൽ പാകിസ്ഥാനാകട്ടെ മറിച്ച് ഇന്ത്യയോട് ചെയ്തത് അതിസാധാരണക്കാരായ പാവങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ടുള്ള നീക്കമായിരുന്നു
പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചൗക്കിബൽ കണ്ടു, സുജയ അത് വിശദീകരിച്ചതാണ്. റോഡ് തകർന്നിരിക്കുകയാണ്, സാധാരണക്കാർ ജീവിക്കുന്നവരുടെ ജീവനോപാധിയായ കടകൾ തകർത്തിരിക്കുകയാണ്, അവരുടെ വീടുകൾ, അവർ സ്വപ്നങ്ങളും ലോണുകളും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ തകർന്നിരിക്കുകയാണ് ചൗക്കിബാലിൽ. ഉറിയിലാകട്ടെ ഈ ഭാഗത്തെ ലഗാമ എന്ന് പറയുന്ന ഈ ഭാഗത്തെ ആകെ 5 കടകൾ തകർന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. 5 കടകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്, 10ഓളം കടകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. രാവിലെ നമ്മളിവിടെ വരുമ്പോൾ CRPFിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഇവിടം. ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടന സാധ്യതയുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയൊക്കെ പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ പൂർത്തിയാക്കി ഇവിടെ പരിശോധിച്ച് എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാനുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് ഇവിടെ നിന്ന് സൈന്യം മടങ്ങിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും മടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ നിലവിൽ ഇവിടെ നിന്ന് കാണുന്നത്. സുജയ പറഞ്ഞതുപോലെ തക്കതായ മറുപടി, ഇവർക്കൊരു നീതി അത് ലഭ്യമാക്കും ഇന്ത്യ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൽ പാലോടാണ് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ യുദ്ധഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അതിലിനും അത് ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിന് മാത്രമല്ല മനു ബാലകൃഷ്ണനും സൈനിക നീക്കങ്ങൾ അതെല്ലാം അവിടെ തുടരുകയാണ്. സൈന്യത്തിനൊപ്പം ഒരു രാജ്യം ഒന്നാകെ നിൽക്കുകയാണ്. സൈന്യം രാജ്യത്തിനായി ആ നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയുമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായതുപോലെയുള്ള ഒരു ആക്രമണം ഇന്ന് രാത്രിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് മുൻനിർത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ കൂടി അവിടെ നടക്കുന്നില്ലേ? ഉറപ്പായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് ഉറിയിൽ കനത്ത ഷെല്ലിങ്ങാണ് ഉണ്ടായത്. നമുക്ക് പലയിടത്തേക്കും കയറാൻ ഈ അതിർത്തി മേഖലയായതുകൊണ്ട് തന്നെ കുറച്ച് സെൻസിറ്റീവായ മേഖലകളുണ്ട്. അവിടേക്കൊന്നും കയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവിടെയൊക്കെ വീടുകൾ കത്തി നശിച്ചിട്ടുണ്ട്. ചൗക്കിബാലിലാകട്ടെ വീടുകൾ കത്തിപ്പോയിട്ടുണ്ട്. ആ രൂപത്തിൽ പലയിടത്തും അതിശക്തമായ ഷെല്ലിംഗ് നടന്നു എന്നതാണ് നമ്മൾ ഇന്നലെ കാണിച്ചത്. ഇന്നലെ വൈകുന്നേരം കാണിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അത് കൂടുതൽ കനത്തിട്ടുണ്ട് എന്നതാണ്. അതുകൂടി മുൻനിർത്തി കൃത്യമായ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട് കരസേന എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകുന്ന രൂപത്തിലുള്ള സന്നാഹങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ കുപ്വാരയിലാണ് കൂടുതൽ നാശം എന്നുള്ള വിവരം വരുന്നു. ഒപ്പം ഉറിയിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി. ആകെ 20ഓളം പേർക്ക് ഉറിയിൽ മാത്രം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ജമ്മു കശ്മീരിലെ ആരോഗ്യമന്ത്രി അടക്കം ഇവിടെ എത്തി പരിക്കേറ്റവരെ കാണുകയും അവർക്ക് സമാധാന സന്ദേശങ്ങൾ നൽകുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ രൂപത്തിൽ ഉറി ആകെ ഒരു പാകിസ്ഥാൻ്റെ ആക്രമണം മൂലം നിരാശ ബാധിച്ച, നിശബ്ദത ബാധിച്ച ഒരു അശാന്തിയുള്ളൊരു ഗ്രാമമായി, ഒരു ചെറിയ പട്ടണമായി മാറി എന്നതാണ് നമ്മൾ ഇവിടെ നേരിട്ട് നടന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അവർക്ക് നീതി ഇന്ത്യൻ സൈന്യം ലഭ്യമാക്കുന്നുണ്ട്. അതിനി കൂടുതൽ കനത്ത തിരിച്ചടിയായി തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ഇവിടുത്തെ നാട്ടുകാർ ചെയ്യുകയാണ്. ഇവിടുത്തെ നാട്ടുകാരാകെ ഇന്ത്യൻ സൈന്യത്തിനൊപ്പമാണ്, ഇന്ത്യക്കൊപ്പമാണ്. ഇത് പാകിസ്ഥാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കനത്ത തിരിച്ചടി നൽകണം, നമുക്ക് നീതി വേണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന സാഹചര്യം കൂടി ഉണ്ട്. സുജയ, ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴറിയാം. ഇവിടുത്തെ ആ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും മനു ബാലകൃഷ്ണൻ. ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് ഇവരുടെ ബന്ധുക്കളാകാം. ഇത് അജ്മീർ ഷെരീഫിൻ്റെ അജ്മീർ ദർഗയുടെ പടമാണ്, ഒരു ചിത്രമാണ്. ഇത് വലിയ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഇത് അജ്മീറിലെ ദർഗയുടെ ചിത്രമാണ്. താഴേക്ക് വന്നാൽ ഗണപതിയുടെ ചിത്രം കാണാം. ഒപ്പം ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം കാണാം. ആ രൂപത്തിൽ എല്ലാം ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഇവരുടെ കശ്മീരികളുടെ ഇടയിൽ. അവർക്ക് ജാതിയെന്നോ മതമെന്നോ വിദ്വേഷമോ വെറുപ്പോ ഇല്ല എന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുണ്ട്. അപ്പുറത്താകട്ടെ മുസ്ലിംകൾ, ഇന്ത്യയിലെ മുസ്ലിമുകൾ പ്രധാന ഒരു ആരാധനാ കേന്ദ്രമായി കാണുന്ന, പ്രധാന ഈ തീർത്ഥാടന കേന്ദ്രമായി കാണുന്നതാണ് നമ്മളിപ്പോൾ സൂം ചെയ്ത് കാണുന്ന അജ്മീറിലെ ദർഗാ ഷെരീഫ്. അവിടെ കൂട്ടമായ ആളുകൾ പോകുന്ന സ്ഥലമാണ്. അതിൻ്റെ ചിത്രത്തിനൊപ്പം ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം വെച്ച്, നമുക്കിതറിയില്ല ഹിന്ദുവിൻ്റെ കടയാണോ മുസൽമാൻ്റെ കടയാണോ, അത് നമ്മുടെ ബാധിക്കുന്ന കാര്യവുമല്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നോട്ടമോ ആ ഒരു ഒന്നും നോക്കാതെ ആരെന്നില്ലാതെ ഇന്ത്യക്കാരായതിൻ്റെ പേരിൽ മാത്രം ഈ കടകളും വീടുകളും അടിച്ച് തകർക്കുന്നതാണ് കാഴ്ച. ഇതിനുള്ള കനത്ത തിരിച്ചടി ഇന്ത്യ നൽകി വരികയുമാണ് സുജയ. ഓക്കെ, ആ തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അവിടെ കശ്മീരികളായി ഇന്ത്യക്കാരായി ജീവിക്കുന്ന മനുഷ്യരാണുള്ളത്. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളുമാണ്. അവിടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെ ചെറുത്തു തോൽപ്പിച്ച ജനതയാണ് കശ്മീരിലേത്. നമുക്ക് തിരികെ എത്താം.